അറിവ് നേടാം ആകാശവാണി വാർത്തകൾക്കൊപ്പം. ജനുവരി 15 മുതൽ എല്ലാ ദിവസവും ഒരു ചോദ്യവുമായി ഞങ്ങളെത്തുന്നു നിങ്ങളിലേക്ക്. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5-ന് ചോദ്യം പോസ്റ്റ് ചെയ്യും. അറിവിന്റെ ഈ യാത്രയിൽ പങ്കാളികളാകാൻ എല്ലാ ശ്രോതാക്കളെയും ക്ഷണിക്കുന്നു. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് യുവജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രി യുവനേതാക്കളുമായി നാളെ സംവദിക്കും. പൊതുപരീക്ഷകളും അഭിമുഖങ്ങളും നടത്തുന്നതിലെ സുതാര്യതയും ഉത്തരവാദിത്തവും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. മയക്കുമരുന്നിന്റെ ഉറവിടം നശിപ്പിക്കുന്നതിനുള്ള ശക്തമായ സന്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊച്ചിയിലും അരൂരും കയർ മേഖലകൾ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി. കയർ ഉൽപ്പന്ന കയറ്റുമതിയിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചെന്ന് കേന്ദ്രമന്ത്രി. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി ദീപ്തസ്മരണ. സംസ്കാരം എറണാകുളത്തെ വീട്ടുവളപ്പിൽ നടന്നു. ISL ഫുട്ബോളിൽ ബംഗളൂരുവിനെ 1 ഗോളിന് പരാജയപ്പെടുത്തി മുഹമ്മദൻ എസ്സി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളെ ഇന്ത്യയുടെ വികസന യാത്രയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രധാന സംരംഭമാണ് നാളെ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 ദേശീയ യുവജനോത്സവത്തെക്കുറിച്ചും വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെക്കുറിച്ചും യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷ കത്സെ എഴുതിയ ലേഖനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് യുവ മനസ്സുകളുടെ ഊർജ്ജം, സർഗാത്മകത, നേതൃത്വം എന്നിവ തിരിച്ചുവിടാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കുന്ന സംഭാഷണ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3000 യുവ നേതാക്കളുമായി സംവദിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിൽ ഇന്ന് ആരംഭിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിസംബോധന ചെയ്തു. യുവാക്കൾക്കായി കേന്ദ്ര സർക്കാർ വിവിധ വാർഷിക നേതൃത്വ സാമൂഹിക സേവന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ദേശീയ അന്തർദേശീയ വേദികളിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. मुझे खुशी है 30 लाख युवाओं में से चुन के 3000 युवा विकसित भारत यंग डायलॉग में पार्टिसिपेट कर रहे हैं. देश के जाने माने डोमेन एक्सपर्ट्स उसका मेंटरिंग कर रहे हैं. युवाओं की विचार का विकसित भारत कैसा होना चाहिए, इस विषय पर प्रधानमंत्री जी के सामने अलग अलग 10 प्रेजेंटेशन रखेंगे. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ISRO ചെയർമാൻ S സോമനാഥ്, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, മുൻ G20 ഷെർപ്പ അമിതാഭ് കാന്ത് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ യുവാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകും. പൊതുപരീക്ഷകളും അഭിമുഖങ്ങളും നടത്തുന്നതിലെ സുതാര്യതയും ഉത്തരവാദിത്തവും പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺമാരുടെ 25ാമത് ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം ബംഗളൂരുവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഉന്നത സ്ഥാനങ്ങൾക്കായി നടത്തുന്ന ഇടപെടലിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. വിരമിക്കൽ ശേഷമുള്ള നിയമനങ്ങളും കാലാവധി നീട്ടിക്കൊടുക്കുന്നതും വ്യവസ്ഥയിൽ പൊരുത്തക്കേടുകൾ സൃഷ്ടിക്കുമെന്നും ശ്രീ ധൻകർ പറഞ്ഞു. കയറിന്റെയും കയർ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ രാജ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി ജിതൻ റാം മാഞ്ചി പറഞ്ഞു. 2014-15 കാലയളവിൽ 1630 കോടി രൂപയായിരുന്ന കയറ്റുമതി കഴിഞ്ഞ സാമ്പത്തിക വർഷം 3388 കോടി രൂപയായി ഉയർന്നുവെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് അടുത്ത സാമ്പത്തിക വർഷം 5000 കോടി രൂപയായി ഉയർത്തുകയാണ് ലക്ഷ്യം. കയർ ഉൽപാദനം കഴിഞ്ഞ സാമ്പത്തിക വർഷം 7.9 ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനത്ത് നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു. പിന്നീട് അദ്ദേഹം അരൂരിലെ കയർ ഉൽപ്പന്ന യൂണിറ്റുകൾ സന്ദർശിച്ചു. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനത്തിന് 2026 ഇന്ത്യ ആതിഥ്യം വഹിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിവിധ ആഗോള വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിൽ ഈ സമ്മേളനത്തിൽ ഫലപ്രദമായ ചർച്ച നടക്കുമെന്നതിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ നിർമ്മിത ബുദ്ധി, സമൂഹമാധ്യമങ്ങൾ തുടങ്ങിയവയുടെ സാധ്യതകൾ എന്നിവയ്ക്കായിരിക്കും സമ്മേളനത്തിൽ ഊന്നൽ നൽകുന്നത്.
2025 ഇന്ത്യയുടെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 6.4% ഇത് ആഗോള ശരാശരിയുടെ ഇരട്ടിയാണെന്നും HDFC മുൻ ചെയർമാൻ ദീപക് പരേഖ് ഇന്ത്യൻ പീപ്പിൾസ് ഫോറം ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിൽ UAE സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിലാണ് ഈ നിരക്കിലെത്തുക. നിഷ്ക്രിയ ആസ്തികൾ കുറയുന്നതും പൊതുമേഖലാ ബാങ്കുകളുടെ മെച്ചപ്പെട്ട ലാഭക്ഷമതയും ആശാവഹമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയിലെ മുന്നേറ്റത്തിലും ശ്രീ പരേഖ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ദ്വാദശി ഉത്സവത്തിന് തുടക്കമായി. 50 കിൻഡിലധികം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ശ്രീരാമക്ഷേത്രത്തിൽ ദർശനത്തിന് പതിനായിരങ്ങളാണ് ഇന്നെത്തിയത്. ഉത്സവം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും മഹത്തായ പൈതൃകമാണെന്ന് പ്രധാനമന്ത്രി പ്രതിഷ്ഠാദിന സന്ദേശത്തിൽ പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പാണ് രാമക്ഷേത്ര നിർമ്മിതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 ഹജ്ജ് തീർത്ഥാടനത്തിന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3676 അപേക്ഷകർക്ക് സീറ്റ് അനുവദിച്ചു. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി ഇന്ന് പുറത്തിറക്കിയ രണ്ടാമത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് സീറ്റ് അനുവദിച്ചിരിക്കുന്നത്. അപേക്ഷകർ ഈ മാസം 23 മുൻപായി 2,72,300 രൂപ ഡെപ്പോസിറ്റ് തുകയായി അടയ്ക്കണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അറിയിച്ചു. ഇതോടൊപ്പം ആവശ്യമായ രേഖകളും സമർപ്പിക്കേണ്ടതാണ്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ 1,22,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പൂനെയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഡെവലപ്മെന്റ് സന്ദർശിച്ച് പ്രവർത്തന മികവ് വിലയിരുത്തി. സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനും ഉൽപാദനത്തിനും ആവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. തുടർന്ന് പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സന്ദർശിച്ച കേന്ദ്രമന്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായും സംവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരായ പോരാട്ടം കൂടുതൽ കരുത്താർജിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ 10 വർഷത്തിനിടെ മയക്കുമരുന്ന് പിടികൂടുന്നതിൽ 7 മടങ്ങ് വർധനവുണ്ടായത് ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന മയക്കുമരുന്ന് കടത്തും ദേശീയ സുരക്ഷയും സംബന്ധിച്ച മേഖലാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1 लाख किलोग्राम मादक द्रव्य पदार्थ जिसका मूल्य 8600 करोड़ रुपया है, उसको अगले सप्ताह 10 दिन के अंदर जलाया जाएगा. और मैं मानता हूं कि इससे ये विनिष्टीकरण से एक मजबूत संदेश जनता के बीच में जाने वाला है. इसकी और संकल्पवान प्रयास वर्ष 2025 में हमारे होंगे. കർശന നടപടികളിലൂടെ മയക്കുമരുന്നിന്റെ ഉറവിടം നശിപ്പിക്കുന്നതിനുള്ള ശക്തമായ സന്ദേശം സർക്കാർ നൽകിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രൻ ഇനി ദീപ്തസ്മരണ. അദ്ദേഹത്തിന്റെ ഭൌതികദേഹം എറണാകുളം പാലിയത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മന്ത്രിമാരായ R. ബിന്ദുവും MP രാജേഷും സജി ചെറിയാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പാലിയത്തെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പ്രിയ ഗായകന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആരാധകർ പാലിയത്തെ വീട്ടിലും എത്തിച്ചേർന്നിരുന്നു. മഹാകുംഭമേളയ്ക്ക് 2 ദിവസം മാത്രം ശേഷിക്കെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തീർത്ഥാടകരെയും സഞ്ചാരികളെയും സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. 10,000-ൽ പരം ട്രെയിനുകളും 350-ലേറെ ബസ്സുകളുമാണ് പ്രത്യേക സർവീസ് നടത്തുന്നത്. അമൃതസ്നാനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശബരിമല മകരവിളക്കിനൊരുങ്ങി സന്നിധാനവും പരിസരവും. മകരസംക്രമ പൂജയ്ക്കായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. എരുമേലിയിൽ മകരവിളക്കിന് മുന്നോടിയായി പേട്ടതുള്ളലും ഇന്ന് നടന്നു. മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി. ഇടുക്കിയിൽ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലുമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ എസ്സിക്ക് ജയം. ബംഗളൂരു FCയെയാണ് 1 ഗോളിന് പരാജയപ്പെടുത്തിയത്. ATK മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും അല്പസമയത്തിനകം ഗുവാഹത്തിയിൽ ഏറ്റുമുട്ടും. ക്വാലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തോൽവി. ദക്ഷിണ കൊറിയൻ സഖ്യത്തിനെതിരെയാണ് ഇന്ത്യൻ താരങ്ങൾ തോൽവി വഴങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും.
വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് യുവജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രി യുവ നേതാക്കളുമായി നാളെ സംവദിക്കും. പൊതുപരീക്ഷകളും അഭിമുഖങ്ങളും നടത്തുന്നതിലെ സുതാര്യതയും ഉത്തരവാദിത്തവും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. മയക്കുമരുന്നിന്റെ ഉറവിടം നശിപ്പിക്കുന്നതിനുള്ള ശക്തമായ സന്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊച്ചിയിലും അരൂരും കയർ മേഖലകൾ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി. കയർ ഉൽപ്പന്ന കയറ്റുമതിയിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചെന്ന് കേന്ദ്രമന്ത്രി. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി ദീപ്തസ്മരണ. സംസ്കാരം എറണാകുളത്തെ വീട്ടുവളപ്പിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.